കഴിഞ്ഞ ഓഗസ്റ്റ് ചെയ്തപ്പോൾ ആ പാചകത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ചത് അല്ലേ? അത് ശരി. അങ്ങനെയാണ് ഈ വേദിയിൽ താങ്കൾ എത്തിയത്. ഇതിപ്പോൾ സിൽവർ പാലസ് എന്ന് പറയും, നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ബൈപ്പാസിനടുത്തുള്ള സിൽവർ പാലസ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു ഹാളാണ്. ഈ ഹാളിലേക്കാണ് ഈ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിളിച്ച കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. കോട്ടയംകാർ ഇദ്ദേഹത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ നിങ്ങളുടെ ഫുഡിൻ്റെ പ്രത്യേകതകളൊന്ന് പറയാമോ? എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രുചികരമായ അതിൻ്റെ അകത്തെ കറികൾ ഏതൊക്കെയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും. ഞങ്ങൾക്ക് ഈ അവിയൽ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. നിങ്ങളുടെ അവിയൽ ഈ നാട്ടുകാർക്ക് ഇഷ്ടമാണോ? തന്നെ വിളിച്ചത്. പായസം എത്ര തരം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? നാളെ 3 തരം. നാളെ 3 ഉണ്ട്. നാളത്തെ ഇപ്പോൾ ഈ പരിപാടിക്ക് അല്ലേ? പൊതുവേ നിങ്ങൾ എത്രയൊക്കെ പായസം ഉണ്ടാക്കും? 10 പായസമുണ്ട്. 10 പായസമുണ്ട്. അപ്പോൾ പറയുന്ന പായസം ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഇപ്പോൾ നിലവിലുള്ള സാധാരണക്കാരൻ്റെ പറ്റുന്ന ഒരു സാധാരണക്കാരന് പറ്റുന്ന പോലുള്ള റേറ്റിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിപ്പോൾ ഒരാൾക്ക് എത്ര രൂപ വെച്ചിട്ടാണ് ഇപ്പം ഒരു 3 പായസത്തോടു കൂടി? 150. അത്ര റേറ്റിൽ പോകും. അത് വലിയൊരു അത്ഭുതം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം 200-ഉം 250 ഒക്കെ അല്ലേ ആൾക്കാർ പറയുന്നത്. അപ്പോൾ എത്ര കറികളാണ് ഈ 150-നകത്ത്? 12 കൂട്ടം കറിയും അതുപോലെ തന്നെ 5 ഒഴിച്ചുകറി ഉണ്ടാവും. പായസം 3 എണ്ണം അല്ലേ? 150 രൂപയ്ക്ക്. ഇത് വലിയൊരു അത്ഭുതം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ച കൂട്ടത്തിൽ മറന്നുപോയൊരു കാര്യമുണ്ട്. താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് എന്നെ ഫീൽഡിൽ അറിയപ്പെടുന്ന കൊച്ചുമോൻ. അത് യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും കൊച്ചുമോൻ എന്നുള്ള നിലയ്ക്കാണോ അറിയപ്പെടുന്നത്? അല്ല. അങ്ങനെ ഒരു കാണുമല്ലോ. അച്ഛനും. ഓ, അത് ശരി. പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ കൊച്ചുമോനാ അല്ലേ? 3ാമത്തെ തലമുറയാണ്. എന്തായിരുന്നു ഇങ്ങനെ ഈ കാറ്ററിംഗ് സർവീസിന്റെ പേരോ അല്ലെ അപ്പൂപ്പന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വലിയ അപ്പൂപ്പന്റെ പേര് മാധവൻ. അദ്ദേഹമാണ് ഇതിന്റെ തലപ്പത്തിരുന്ന ആളല്ലേ? അപ്പോൾ പേര് മറ്റേ മാധവാസ്. ഈ കാറ്ററിംഗ് സർവീസിന്റെ പേര് മാധവാസ് എന്നാണ്. അങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലേ? ഇപ്പം എത്ര വർഷമായി താങ്കൾ തുടങ്ങിയിട്ട് ഏറ്റെടുത്തിട്ട്? ഞാൻ അച്ഛൻ്റെ കൂടെ 14ാമത്തെ വയസ്സിൽ. 14ാമത്തെ വയസ്സിലോ? എനിക്ക് 50 വയസ്സായി. ദൈവം, അത് ശരി. അത് വലിയൊരു കാര്യം കേട്ടോ. നമുക്ക് ഈ ലോകത്ത് തൊഴിലില്ല എന്ന് പറഞ്ഞ മുമ്പിൽ 8ാം ക്ലാസ്സിന് വെക്കേഷനും 9ാം ക്ലാസ്സിന് വെക്കേഷനും 10ാം ക്ലാസ്സിന് വെക്കേഷനും എല്ലാം അച്ഛനോട് ഈ ജോലിയിൽ വളരെയധികം സംതൃപ്തനാണ്. വളരെ സംതൃപ്തനാണ്. നമ്മളിപ്പോൾ തൊഴിലാളികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കുമോ? ഉണ്ടോ? സമയത്തിന് തൊഴിലാളികളെ കിട്ടാതാകുന്ന ഒരു കഥ ഉണ്ടോ? 22 പേരുണ്ട്. ആണല്ലേ? നമുക്കിപ്പോൾ അല്പം നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള കുറച്ച് തൊഴിലാളികൾ ഒന്ന് പരിചയപ്പെടാവേ. അപ്പോൾ ഇവരുടെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇതിന് ചെറിയൊരു രൂപമാണ് ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഹാളിൽ ഇതിപ്പോൾ ഹാളൊന്നും ഒരുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഹാളിലേക്ക് ഇവരുടെ കുറച്ച് തൊഴിലാളികൾ വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വന്നിട്ടൊന്നുമില്ല. ഇത് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് എത്തിക്കുന്നതാണോ? ഇവിടുന്ന് വന്ന് വാങ്ങുന്നൊന്നുമല്ല, എല്ലാം അവിടെ നിന്ന് എത്തിക്കുന്നത് തന്നെ അല്ലേ? ഇത് പർച്ചേസിങ് ഒക്കെ ചങ്ങനാശ്ശേരിയാ. ബാക്കി പാത്രമൊക്കെ നിങ്ങൾ കൊണ്ടുവരുവാണോ? ഫുഡിൻ്റെ വേസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണോ? അതും കൂടെ. അതെല്ലാം കൊണ്ട് നല്ല കാര്യമാണല്ലോ അപ്പോൾ ചെയ്യുന്നതൊക്കെ. ഇതാണോ? ഇതൊക്കെയാണ് ഇവർ ഇവിടെ എല്ലാം വന്നിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ പരിപാടി തുടങ്ങും. ഇതൊക്കെ അവർ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നും ആയിട്ടില്ല. ചെറിയ രീതിയിലാണ്, ചെറിയ കാര്യങ്ങളാണ് കാണിച്ചിരിക്കണ്ടോ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, ഇപ്പോഴേ തുടങ്ങണം കേട്ടോ. ഇതിപ്പോൾ സമയം ഇപ്പോൾ എത്രയാണെന്നറിയോ? ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഈ സാധനം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് അല്ലേ? ഏകദേശം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ? കാരണം ഇന്ന് രാവിലെ മുതൽ ഈ ചേച്ചിമാർ ഇവിടെ നിന്ന് പണി തുടങ്ങി. അപ്പോൾ ഏറ്റവും കഷ്ടപ്പാടുള്ള പണികൾ ഇതൊക്കെ കേട്ടോ. വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനമൊക്കെ ഇതിൻ്റെ തൊലി കളയാമെന്നാണ് വലിയൊരു പാടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സിൽവർ പാലസിൻ്റെ ഉള്ളിലാണ് അന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട്
ഇതെന്ത് പായസം ചേട്ടാ? ഇത് പാൽപ്പായസം. പാൽപ്പായസം. പാൽപ്പായസമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയത്. നമുക്ക് ഇത് അടപ്രഥമനായിരിക്കും അല്ലേ? ഈ പാൽപ്പായസമാണ് ഇപ്പോൾ കോരി വെച്ചിരിക്കുന്നത്. നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ അവരുടെ നാട്ടിലെ പായസമാണ്. ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടല്ലേ? ഇപ്പം പച്ചമോര്, രസം, ഇതൊക്കെ പച്ചമോര്, പുളിശ്ശേരി. കഴിച്ചു തുടങ്ങിയ ആൾക്കാരല്ലേ? സദ്യ കഴിഞ്ഞു. ഒരു സദ്യ കഴിഞ്ഞു. രണ്ടാമത്തത് തുടങ്ങി. നിങ്ങളെല്ലാം ഹരിപ്പാടുകാരാണോ? ഹരിപ്പാടുകാർ. ഹരിപ്പാടുകാർ. ഇതാണ് ഫ്രൂട്ട് സലാഡ്. ഇതിന് തണുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കും. ഇനി നമുക്ക് വേറെ കറികളൊക്കെയാണ് കാണാനുള്ളത്. കണ്ടോ, കറികളൊക്കെ നേരത്തെ വെച്ചിരിക്കുക. അതെ അതെ, ഇത് ഐറ്റംസ് ഒക്കെ ഇവർ പരിചയപ്പെടുത്തി തരണം. അല്ലെങ്കിൽ ഇത് തോരൻ. ഇതെന്ത് തോരനാ? നല്ല അവിയലൊക്കെ ദേ ഇന്നലെ ചോദിച്ച അവിയല്. അവിയല് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട അവിയല്. പിന്നെ പച്ചടി, തീയല് അല്ലേ? ഈന്തപ്പഴത്തിൻ്റെ അത് ശരി. ഇത് ഈന്തപ്പഴം. മധുരക്കറിയാ. അതെ, ഈന്തപ്പഴം, തോരൻ, ഇഞ്ചിക്കറി, മാങ്ങാച്ചാറ്, നാരങ്ങ, ഇത് പയർ മെഴുക്കുവരട്ടി, സോയാബീൻ ഫ്രൈ പോലർത്തി എടുത്തിരിക്കുക. ഓ, കശുവണ്ടിയുടെ. ഇത് ഇവരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. കശുവണ്ടിയുടെ നട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണേ. കാന്താരി. കാന്താരി ചമ്മന്തി വേണ്ടവർക്ക് അതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കഴിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം. ഇതിന് നമ്മുടെ ഉണ്ടാട്ട മുളക് വേണ്ടവർക്ക്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പറയും.
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാന്തുവിൻ്റെ തറയിൽ എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസാണ്. ഹരിപ്പാടുകാരാണ്. അവരുടെ ഭക്ഷണമാണ് ഇപ്പോൾ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിശേഷങ്ങൾ ഇനി കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. എല്ലാം വിളമ്പി കഴിഞ്ഞല്ലോ അല്ലേ? ഇതെല്ലാം വിളമ്പി കഴിഞ്ഞല്ലേ? ചേട്ടാ, ഈ ചാന്തുവിൻ്റെ തറയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു കേറ്ററിംഗ് സർവീസ് ഇത്. ഇവരുടെ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരുടെ ഇടയ്ക്ക് ഇവർ വരുന്നത്. ചേട്ടൻ ഇത് കഴിച്ചിട്ട് എന്ത് തോന്നുന്നുണ്ട്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടല്ലേ? ഇത്രയും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ കോട്ടയംകാർ കറിയായിട്ടൊക്കെ ഒത്തണങ്ങി പോകുന്നുണ്ടല്ലോ അല്ലേ? ധൈര്യമായിട്ട് നമുക്ക് വിളിക്കാം അവരെ അല്ലേ? ഞാൻ ഇന്നലെ അറിഞ്ഞു ഇവരിങ്ങനെ വ്യത്യസ്തമായ ആൾക്കാർ. മറ്റേത് സാറിന് വേറെ സച്ചിനൊക്കെയാണ് വരുന്നത്. നല്ല ഫുഡ് അല്ലേ? കേട്ടോ, അപ്പോൾ നല്ല ഫുഡാണെന്നുള്ളത് നമ്മൾ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ആദ്യത്തെ അറിവാണ്. നല്ല ഫുഡ് അല്ലേ ഏട്ടാ? ആ, ഏകദേശം ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കഴിച്ചു കഴിഞ്ഞ അഭിപ്രായം മതി. കഴിച്ചവരൊക്കെ ഏകദേശം കൊള്ളാമെന്ന് പറഞ്ഞല്ലേ? അത് നന്നായിരിക്കുന്നു. നല്ല അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. അത് നമുക്ക് കയ്യിലെടുത്തിട്ട് നോക്കാം. ആപ്പിൾ, മുന്തിരി, നല്ല പഴങ്ങൾ മാത്രം ചേർത്ത് ചെയ്യുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. പഴം എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രുചി. പായസം ഒഴിക്കുന്നതെന്ന് എടുത്തോട്ടെ. ചേട്ടാ, ഇവരുടെ ഫുഡ് എങ്ങനെയുണ്ട്? നല്ല പായസമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കറികളൊക്കെ നല്ലതല്ലേ? എന്താ പറയുക, ഇവർ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് വന്നത്. നമ്മുടെ നാട്ടുകാരല്ല, ഇവർ ഹരിപ്പാടുകാരാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം. ഞാനൊരു യൂട്യൂബർ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചോദിക്കുക ഇവരോട്. ഇവർ പറഞ്ഞു, ഇവർ ആൾക്കാരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേറെ ആൾ കോട്ടയത്ത് നടത്തിയപ്പോൾ പിടിച്ചു തന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് അറിയാനായിട്ട് ഞങ്ങളും ഇനി അടുത്ത വിഭാഗത്തിന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓക്കെ അല്ലേ? സൂപ്പറാ അല്ലേ? സൂപ്പർ ഭക്ഷണമാണെന്ന് പറഞ്ഞു കേട്ടോ. ഇവരൊക്കെ നല്ല അഭിപ്രായമാണ്. ചേട്ടാ, നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായം. ഇതിൽ കൂടുതൽ നമുക്കൊന്നും അറിയാനില്ല. ഇനി അടുത്ത പായസം വിളമ്പാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു നമ്മുടെ പ്രവർത്തകരെ. ഉണ്ണിയപ്പം ഒന്ന് കാണിച്ചു. ഇതിൻ്റെ കൂടെയുള്ള ഈ സാധനം കണ്ട് ഉണ്ണിയപ്പം, അതുപോലെ തന്നെ പരിപ്പോടയും. ഉണ്ണിയപ്പം പരിപ്പോടെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അല്ലേ? ഇതെല്ലാം കൂടെ ചേർത്താണ് ഉപ്പേരി. എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇവർ റേറ്റ് പറയുന്നത്. എല്ലാ സാധനം നല്ലതാണെന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ആരും എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല ഇതുവരെ അല്ലേ? ചേട്ടൻ്റെ നാട് എവിടെയാണ്? അല്ല, ഹരിപ്പാട് പല ഭാഗങ്ങളിലല്ലേ? അത് ശരി. നിങ്ങൾ എത്ര വർഷമായി ഇവരുടെ കൂടെ കൂടിയിട്ട്? 4 വർഷമായി. ആഹാ, നല്ല ഐക്യമാണല്ലോ. ഐക്യപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഐക്യത്തിന് കുറവൊന്നുമില്ല. അടപ്രഥമനല്ലേ ഇത്? അടപ്രഥമൻ. ആഹാ, അടിപൊളി. നോക്കാം, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സൂപ്പറാണ്, സൂപ്പർ. അതിരിക്കട്ടെ. അടുത്ത നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ട് വിറയിൽ. അത് നോക്കാം. ഇതല്ലേ ഇവർ ആലപ്പുഴക്കാരല്ലേ? ഇത് കണ്ടോ? ഓ, പറയാൻ വയ്യ, ഭയങ്കര രുചിയാ.
ഹലോ, എന്താ പേരിന്? അമൽദേവ്. 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 എവിടെയാ സ്ഥലം? മാന്നാർ. നമ്പർ എന്ന് പറയോ? 9633710408. അതല്ലേ കിട്ടിയില്ല അതിനകത്തല്ലേ? കിട്ടുക. എവിടെയാ സ്ഥലം? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി തന്നെ. ചങ്ങനാശ്ശേരി തന്നെ. പേര്? ഷിജോ. ഷിജോയുടെ നമ്പർ കൂടെ പറയാട്ടെ. നമ്പർ ഫോൺ നമ്പറോ? ആ, 6282497840. ആവശ്യത്തിനൊക്കെ വിളിച്ചാൽ വരുമല്ലോ അല്ലേ? പരിപാടി ഗംഭീരമായിരുന്നു കേട്ടോ. ആ ഡ്രമ്മ നടിക്കുമോ? കൊള്ളാം. പേരെന്നാ? അമൽ അല്ലേ? ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ളതാണോ? ഈ സെറ്റിനകത്തുള്ള ഇനിയുണ്ടോ ആൾക്കാർ? പേര്, നമ്പർ? 7025703818. വിളിച്ചാൽ വരുമല്ലോ അല്ലേ? ഓക്കെ, തുടങ്ങിക്കോ. ഒക്കെ പണി കണ്ടില്ലേ? മയൂഖം. ഇതാണ് മയൂഖം എന്ന് പറയുന്ന പ്രസിദ്ധനായ ആള്. അദ്ദേഹത്തെ പരിചയമില്ലാത്ത ആരും ചങ്ങനാശ്ശേരിയിലില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് പരിപാടിയൊക്കെ തുടങ്ങിയത്? പണിയൊക്കെ തുടങ്ങിയത് എപ്പോഴാണ്? ഇന്നലെ വൈകിട്ട് തുടങ്ങി. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി. അതോ ഉച്ചയൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ച A to Z കാര്യങ്ങൾ ഭദ്രമായി വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ നാട്ടുകാർ ഇദ്ദേഹത്തെ ഏൽപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വളരെ പ്രസിദ്ധനുമാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാറിന് ഇവിടുത്തുകാരൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇവരുടെ ഫുഡ് കൊള്ളാവും? അതെ അല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ അല്ലേ? ഓക്കെ, അത് പായസം ഇഷ്ടപ്പെട്ടെ? പാൽപ്പായസം അല്ലേ? അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്ന സാധനം അത് അവരുടെ നാട്ടിലേ കേട്ടോ. ഉള്ളതല്ലേ? നല്ലതല്ലേ? പക്ഷേ ഈ വിലക്കുറവുണ്ട്. സാധനം നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരാൾക്ക് 200 മേളിലൊക്കെ പോകാറുണ്ട്. ഇത് 150 അവർ തരുമെന്ന് പറഞ്ഞു. ഇത്രയും സാധനം പരിപ്പോടെ അടക്കം. ഫുഡ് അല്ലേ? അപ്പോൾ നല്ല അഭിപ്രായം കേട്ടോ. ആരും മോശമൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇവരെ സമീപിക്കാം അല്ലേ? ഇവരുടെ പേര് ചാന്തുവിൻ്റെ തറയം, അങ്ങനെ കണ്ട. ഓക്കെ, എന്നാൽ കണ്ടതിൽ വലിയ സന്തോഷം. അല്ല, പണ്ട് പല്ലനെ എന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്ന് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. പഴയ കാലത്ത് അന്നിവിടെ വേറെ പാചകക്കാരില്ല. ഉണ്ട് പോലെ ഇവരാണ് പേര് കേട്ട പാചകക്കാർ എന്നാണ് വിശ്വാസം. പക്ഷെ ക്രമേണ അവരില്ലാതായി ഇങ്ങോട്ട്. ക്രമേണ പിന്നെ ഇവിടെ സാധാരണ പാർട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി പിന്നെ ഇവിടുത്തെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ട്, അവരെ വിളിക്കാതായി. പക്ഷെ ഇവരുടെ ഇത് ഇപ്പൊ ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. നല്ല അഭിപ്രായം.